ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 എന്ന പേരിൽ നടന്നു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ സമയത്ത് ദിലീപിന്റെ ഒരു ചില നിബന്ധന കേട്ടു. ഇനി അത് കൂടാതെ ഞാനും ഒരു അഡ്വൈസ് പറയാൻ തുടങ്ങിയാൽ രക്ഷിതാക്കൾ ഒഴിച്ച് ബാക്കി കുട്ടികളുടെ കണ്ണിന്റെ പുരുകൻ ഒന്ന് മുകളിലേക്ക് പോകും. ഇയാളും തുടങ്ങിയോ? അതുകൊണ്ട് ഞാൻ അതങ്ങനെ ആവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, എനിക്ക് മക്കൾ ഉള്ളതാണ്. എൻ്റെ കുട്ടിയും 2 മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഒരു കുട്ടി പഠിച്ചിറങ്ങി, ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. രക്ഷിതാക്കളുടെ വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി നല്ലപോലെ പഠിക്കണേ, ആ കുട്ടി ഒരു ആപത്തിനും പെട്ടുപോകരുത് എന്ന് ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ മുൻകാലങ്ങളിലെ പോലെ ഒരു അവസ്ഥയല്ല ഇന്ന് സ്കൂൾ തലത്തിൽ പോലും വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്നു. അത് പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ നല്ല പോലെ സ്വാധീനിക്കപ്പെടുന്നു. മുമ്പെല്ലാം കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുമ്പോഴാണ് പുതിയ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഇത്ര വേണ്ടാത്ത പ്രവൃത്തികൾ പോയി പെട്ടുപോകുന്നു. ഇന്ന് അതല്ല, ഇന്ന് സ്കൂൾ തലത്തിൽ പോലും സ്വാധീനിക്കപ്പെടുകയാണ്. അവിടെയാണ് വലിയ വിഷമവും പേടിയും നമുക്ക് കണ്ടുപോകുന്നത്. ഒരു MLA നിലയ്ക്ക് എൻ്റെ വീട്ടിൽ പലരും കാണാൻ വരുന്നുണ്ട്, പല രക്ഷിതാക്കളും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പല കാര്യം പറയുന്ന കൂട്ടത്തിൽ ചിലർ വന്ന് പറയുന്ന കാര്യം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആ വിവരം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ആ പറഞ്ഞ സ്കൂളും സ്ഥലവും എല്ലാം പറഞ്ഞാൽ പലരും അതിശയിച്ച് പോവും. ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ആ സംഭവം മറ്റൊരു കുട്ടിക്ക് വന്നുപോയത് അതുകൊണ്ടാണ്. സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് KS ദിലീപ് അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗം കൊമേഴ്സ് അധ്യാപകനായ ഡോക്ടർ ER ശിവപ്രസാദ് രചന നിർവഹിച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ സംഗീത നൃത്താവിഷ്കാരം തുടിയുടെ പ്രദർശനം നടന്നു. ചടങ്ങിൽ തുടിയുടെ രചന നിർവഹിച്ച ഡോക്ടർ ER ശിവപ്രസാദിനെ MLA UR പ്രദീപ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലഹരിക്കെതിരെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന നോട്ട്ബുക്ക് ചലഞ്ച് വിദ്യാർത്ഥികളായ CS ആശ, VM ദീപ എന്നിവർക്ക് നൽകി MLA UR പ്രദീപ് തുടക്കം കുറിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് സൗഹൃദ കോർഡിനേറ്റർ ശ്രീലേഖ, NSS പ്രോഗ്രാം ഓഫീസർ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ K ഷാഹിന, സ്റ്റാഫ് സെക്രട്ടറി ER ശിവപ്രസാദ്, മദർ PTA പ്രസിഡന്റ് KK റസിയ, PTA അംഗങ്ങളായ CM മുസ്തഫ, മനോജ് കുരിയിൽ, MM അബ്ദുൾ സലാം, മൊയ്തീൻ ആറ്റുപുറം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ. SSLC +2 കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ, ഭാവി സുരക്ഷിതമാക്കൂ. ജീവിത വിജയം നേടിയ 10,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും. പഠനം വളരെ എളുപ്പം. പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ, ടാബ്, GSM പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി, നേരിട്ട് വിദേശാവസരങ്ങളും. ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.